വിജ്ഞാനത്തിൻ്റെയും വിനോദത്തിൻ്റെയും വിസ്മയത്തിൻ്റെയും മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. അറിവിൻ്റെ വിസ്മയച്ചപ്പ് ഇവിടെ തുറക്കുകയാണ്. IQ മാസ്റ്ററിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. നിങ്ങളെല്ലാം ഉഷാറാണല്ലോ അല്ലേ? ഞാനൊരു ചെറിയ കോൾഡൊക്കെ അടിച്ചിരിക്കുകയാണ്, ചെറിയ ശബ്ദത്തിന് പ്രശ്നമുണ്ട്. പക്ഷെ നിങ്ങളെല്ലാം നല്ല എനർജറ്റിക് ആണല്ലേ? നിങ്ങൾ എനർജറ്റിക് ആയാൽ മതി, എപ്പിസോഡ് ഗംഭീരമാവും. ഞാനല്ലല്ലോ പ്രധാനപ്പെട്ട കഥാപാത്രം. പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളല്ല, നേരെമറിച്ച് ഉത്തരം പറയുന്ന കുട്ടികളാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. നിങ്ങളുടെ ഉത്തരങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. സോ യു ആർ റെഡി? ആനി തോംസൺ സ്വയം താല്പര്യമെടുത്ത് ടെഡിനെ നന്നായിട്ട് പഠിപ്പിച്ചു. ഒരു ദിവസം ടീച്ചറുടെ ബർത്ത്ഡേ ആഘോഷിച്ച സമയത്ത് എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് മനോഹരമായ സമ്മാനങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ ടെഡ് മാത്രം കൊണ്ടുവന്നത് ഒരു ഏകദേശം 3/4 ഭാഗം ഉപയോഗിച്ച ഒരു അത്തറിൻ്റെ കുപ്പിയും ഒരു കല്ലുമാലയുമായിരുന്നു. ടീച്ചർ പറഞ്ഞു, എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലുമാല അണിഞ്ഞു, ആ അത്തർ ദേഹത്ത് പുരട്ടി. ഒരു ടീച്ചർക്ക് തീർച്ചയായും ഒരു വിദ്യാർത്ഥിയെ, നല്ല ഇൻ്റലിജൻ്റായ ഒരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ കുട്ടിയുടെയും മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നന്നായി അധ്യാപകർ നിങ്ങളിലേക്ക് ഇടപെടുകയാണെങ്കിൽ അത് മനോഹരമായ ഉജ്ജ്വലമായ ഒരു സൃഷ്ടി നടത്തുവാൻ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് സാധിക്കും എന്ന് പ്രേക്ഷകരെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ കഥ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. പക്ഷേ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സയൻസോ ടെക്നോളജിയോ ഒന്നുമില്ലാത്ത സിമ്പിളായൊരു മാജിക്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം റെഡിയാണല്ലോ? അറിയാമല്ലോ, ഫോർമാലിറ്റീസ് എല്ലാം അറിയാമല്ലോ. ബസർ റൗണ്ടാണ്. ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ ബസർ പ്ലീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ബസറിൽ പ്രസ് ചെയ്യാം. അതിന് മുമ്പ് പ്രസ് ചെയ്യരുത്. അഥവാ നേരത്തെ പ്രസ് ചെയ്യുകയോ തെറ്റായ ഉത്തരമാണോ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് -10 മാർക്കായിരിക്കും. What are the waves that have recently been discovered and was hailed as discovery of the century? A. Earth waves, B. Legend waves, C. Gravitational waves, D. Saurya waves. Father Thomas, Porukara Central School, Alappuzha. So tell me, what's your answer? Option C, gravitational waves. Option C, gravitational waves. ആദ്യത്തെ ചോദ്യമായിരുന്നു. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരം ആവണം എന്നുള്ളതാണ്. കാരണം മനസ്സെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇന്ദ്രജാലക്കാരൻ. കർട്ടൻ, ജീവിതത്തിൻ്റെ കർട്ടൻ ഉയർന്നു കഴിഞ്ഞാൽ അവിടെ തുടങ്ങും മാജിക്കുകൾ, അത്ഭുതകരമായ മാജിക്കുകൾ. എപ്പോഴാണോ കർട്ടൻ അഴിഞ്ഞു വീഴുന്നത്, അതായത് നമ്മൾ മരിക്കുന്നത്, അതുവരെ മനസ്സ് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും സിനിമയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഏത് രംഗത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ പറയുവാൻ കെൽപ്പുള്ള കുട്ടികളാണ്. ഇതാണ് IQ മാസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി ടെസ്റ്റുകളിലൂടെ കണ്ടെത്തിയിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ IQ മാസ്റ്ററിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറ, ആ തലമുറയ്ക്ക് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജനറലായിട്ടുള്ള കാര്യം കൂടി പഠിക്കണം, അറിയണം എന്ന് ഉള്ള ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു പരിപാടി നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്, ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഞാനിത് പറയുന്ന സമയത്ത് ഓർക്കുന്നത് ആനി തോംസൺ എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ കഥയാണ്. ആനി തോംസൺ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആനി തോംസൺ എന്ന് പറയുന്നത് ഹ്യൂസ്റ്റണിലൊരു സ്കൂളിൽ 5ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചറായിട്ട് ചാർജ് എടുത്ത ഒരു ടീച്ചറായിരുന്നു. ആ സ്കൂളിലേക്ക് പുതുതായി വന്നൊരു ടീച്ചറായിരുന്നു. ആ ടീച്ചർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ടീച്ചറായിരുന്നു. ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസ് ആരംഭിക്കുന്നത് കുട്ടികളെ നോക്കിക്കൊണ്ട് ഐ ലവ് യു മൈ ഡിയർ ചിൽഡ്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലാസ് ആരംഭിക്കുന്നത്. പക്ഷേ ടീച്ചർ കള്ളം പറയുകയായിരുന്നു. കാരണം ടീച്ചർക്ക് ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഇഷ്ടമില്ലായിരുന്നു. ആ കുട്ടിയുടെ പേര് ടെഡ് എന്നായിരുന്നു. എന്തുകൊണ്ട് ടെഡിനെ ഇഷ്ടമില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെഡ് ഒരിക്കലും മുഖത്ത് നോക്കി സംസാരിച്ചിരുന്നില്ല, കൃത്യമായി ഉത്തരം പറഞ്ഞിരുന്നില്ല, നന്നായിട്ട് വേഷം ധരിക്കുമായിരുന്നില്ല. ടെഡ് ക്ലാസ്സിൽ അസ്വസ്ഥനായിരുന്നു. ടെഡ് എപ്പോഴും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആനി തോംസൺ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ടെഡിനെ നോക്കാതെയാണ് മറ്റു കുട്ടികളോട് ഐ ലവ് യു മൈ ഡിയർ ചിൽഡ്രൻ എന്ന് പറയുന്നത്. വർഷാവസാനം പ്രിൻസിപ്പലിന് ക്ലാസ്സിലെ കുട്ടികളെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ടീച്ചർ എഴുതി വെച്ചു, ടെഡ് എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്കൂളിന് അതെന്നേക്കുമായൊരു ചീത്ത പേരാവും എന്ന് എഴുതി വെച്ചു. ഇത് കണ്ട പ്രിൻസിപ്പൽ ഞെട്ടിപ്പോയി. പ്രിൻസിപ്പൽ എന്ത് ചെയ്തെന്ന് അറിയാമോ?
കഴിഞ്ഞ വർഷങ്ങളിലെ, അതായത് 1ാം ക്ലാസ് മുതലുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകൾ, കുട്ടികളെക്കുറിച്ചുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകൾ കൊണ്ടുവരാൻ വേണ്ടി ടീച്ചറോട് ആവശ്യപ്പെട്ടു. ആനി തോമസിനെ വിളിച്ചു കഴിഞ്ഞ ശേഷം ഓരോ വർഷത്തെയും ഈ പ്രോഗ്രസ് നോക്കിയ സമയത്ത് എഴുതി വച്ചിരിക്കുന്നു. 1ാം ക്ലാസ്സിൽ എഴുതി വച്ചിരിക്കുന്നു, 2ാം ക്ലാസ്സിൽ എഴുതി വച്ചിരിക്കുന്നു. ടെഡ് എന്ന് പറയുന്ന കുട്ടി സമർത്ഥനായ കുട്ടിയാണ്. അവൻ നാളെ ഒരു തോമസ് ആൽവ എഡിസനോ ഒരു ആൽബർട്ട് ഐൻസ്റ്റീനോ ആയിക്കഴിഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രമാത്രം അപാരമായ ബുദ്ധിശക്തിയുള്ള കുട്ടിയാണ് ടെഡ് എന്ന്. 3ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതി വച്ചിരിക്കുന്നു, ടെഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ബാധിച്ചിരിക്കുന്ന കാര്യം ടെഡ് അറിഞ്ഞിരിക്കുന്നു. അവൻ ക്ലാസ്സിൽ അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അവനെ ഇനി രക്ഷിക്കാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത്. 4ാം ക്ലാസ്സിലെ ടീച്ചർ എഴുതി വച്ചിരിക്കുന്നു, ടെഡിൻ്റെ അമ്മ മരിച്ചുപോയി. അവൻ ആകെ അസ്വസ്ഥനാണ്. അവൻ്റെ അച്ഛൻ പോലും അവനെ ഉപേക്ഷിച്ചു. അവനെ രക്ഷിക്കുവാൻ അധ്യാപകർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഇത് കേട്ട സമയത്ത് ആനി തോമസിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുടുകുടാ താഴേക്ക് വീണു. ആനി തോമസ് നേരെ ക്ലാസ്സിലേക്ക് ഓടിച്ചതിന് ശേഷം ടെഡിനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, എൻ്റെ മോനെ, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്ന്. അങ്ങനെ ആനി തോംസൺ സ്വയം താല്പര്യമെടുത്ത് ടെഡിനെ നന്നായിട്ട് പഠിപ്പിച്ചു. ഒരു ദിവസം ടീച്ചറുടെ ബർത്ത്ഡേ ആഘോഷിച്ച സമയത്ത് എല്ലാ കുട്ടികളും ക്ലാസ്സിലേക്ക് മനോഹരമായ സമ്മാനങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ ടെഡ് മാത്രം കൊണ്ടുവന്നത് ഒരു ഏകദേശം 3/4 ഭാഗം ഉപയോഗിച്ച ഒരു അത്തറിൻ്റെ കുപ്പിയും ഒരു കല്ലുമാലയുമായിരുന്നു. ടീച്ചർ പറഞ്ഞു, എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കല്ലുമാല അണിഞ്ഞു, ആ അത്തർ ദേഹത്ത് പുരട്ടി. ടെഡ് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എൻ്റെ ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണം എന്ന്. വർഷങ്ങൾ കഴിഞ്ഞു. അവൻ നന്നായി പഠിച്ചു. അവൻ ബിരുദം നേടി. ബിരുദാനന്തര ബിരുദം നേടിക്കഴിഞ്ഞ സമയത്ത് ആ ചടങ്ങിലേക്ക് ടീച്ചറെ ക്ഷണിച്ചു. ടീച്ചർ മുമ്പിൽ വന്നിരുന്നു. ടെഡ് ആ ബിരുദപത്രം വാങ്ങിക്കുന്നതിന് മുമ്പ് ആനി തോമസിൻ്റെ മുമ്പിൽ ചെന്നതിന് ശേഷം ഒരു കടലാസിൽ എഴുതി കൊടുത്തു, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും മിടുക്കിയായ ടീച്ചറാണ് താങ്കൾ എന്ന്. ടീച്ചർ അതിൻ്റെ മറുഭാഗത്ത് എഴുതി, എന്നെ ഒരു നല്ല ടീച്ചറാവാൻ പഠിപ്പിച്ചത് നീയാണ് എൻ്റെ കുട്ടി എന്ന്. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഒരു ടീച്ചർക്ക് തീർച്ചയായും ഒരു വിദ്യാർത്ഥിയെ, നല്ല ഇൻ്റലിജൻ്റായ ഒരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കുവാൻ സാധിക്കും. നിങ്ങളുടെ സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ട്, ഓരോ കുട്ടിയുടെയും മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് നന്നായി അധ്യാപകർ നിങ്ങളിലേക്ക് ഇടപെടുകയാണെങ്കിൽ അത് മനോഹരമായ, ഉജ്ജ്വലമായ ഒരു സൃഷ്ടി നടത്തുവാൻ ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകന് സാധിക്കും എന്ന് പ്രേക്ഷകരെ കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ കഥ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. പക്ഷേ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സയൻസോ ടെക്നോളജിയോ ഒന്നുമില്ലാത്ത സിമ്പിളായൊരു മാജിക് കണ്ടേ? ഓക്കെ, ഓൾറൈറ്റ്. ഈ മാജിക്കിന് വേണ്ടി പരിചയപ്പെടുന്ന ഒരു കാർഡാണ്. ഒരു കാർഡ് അല്ലേ, ഒരു പ്ലേയിങ് കാർഡ്. ഈ കാർഡിൻ്റെ മുൻഭാഗത്ത് ക്യൂൻ ഓഫ് ഹാർട്ട്സ് എന്ന കാർഡാണ്. പിൻഭാഗം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കാർഡാണ്. ഈ കാർഡ് നിങ്ങൾ കണ്ടു. ഈ കാർഡിന് എടുത്തതിന് ശേഷം ഞാൻ ഈ കാർഡിനെ ആദ്യമായിട്ട് മടക്കിക്കഴിഞ്ഞ് ഈ കാർഡിൻ്റെ ഈ സെൻറ്റർ പോർഷൻ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കീറിയെടുത്തു. ഓക്കെ, വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു, കാർഡിൻ്റെ സെൻറ്റർ പോർഷൻ കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, ഈ ഒരു പോർഷനെ ഞാൻ ഇതിനകത്തേക്ക് ഇതിൻ്റെ ഏടുകൾക്കിടയിൽ തന്നെ ഞാൻ അങ്ങനെ നിക്ഷേപിക്കുകയാണ്. വാച്ച്. ഓൾറൈറ്റ്. ഇനി മാജിക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർഡ് നോ സയൻസ് നോ ടെക്നോളജി. വാച്ച്. And that is നമുക്ക് ആദ്യം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് വരെയുള്ള മാർക്കുകൾ ശ്രദ്ധിക്കാം. സ്കോർ ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, വാച്ച്. മാർക്കുകൾ അതാണ്. ടീം എ 360 മാർക്സ്, ടീം ബി 220, ടീം സി 380, ടീം ഡി 370, ടീം ഇ 630, ടീം എഫ് 320, ടീം ജി 200, ടീം എച്ച് 30 മാർക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ല മാർക്ക് വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചേർന്ന് ആദ്യമായിട്ട് നല്ലൊരു കയ്യടി കൊടുക്കും. എല്ലാവരും പ്ലീസ്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം റെഡിയാണല്ലോ? അറിയാമല്ലോ, ഫോർമാലിറ്റീസ് എല്ലാം അറിയാമല്ലോ. ബസർ റൗണ്ടാണ്. ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ ബസർ പ്ലീസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ബസറിൽ പ്രസ് ചെയ്യാം. അതിന് മുമ്പ് പ്രസ് ചെയ്യരുത്. അഥവാ നേരത്തെ പ്രസ് ചെയ്യുകയോ തെറ്റായ ഉത്തരമാണോ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് -10 മാർക്കായിരിക്കും. അത് ഓർമ്മ വേണം. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങൾ എത്രമാത്രം തീവ്രമായി ശ്രദ്ധിക്കുന്നു, അതുപോലെ തന്നെ എത്രമാത്രം നിങ്ങളുടെ കോൺസെൻട്രേഷൻ, ഇതെല്ലാം ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ IQ മാസ്റ്റർ. ഓക്കെ, സോ
Question number 1. What are the waves that have recently been discovered and was hailed as discovery of the century? A. Earth waves. B. Legend waves. C. Gravitational waves. D. Saurya waves. ചോദ്യം ആവർത്തിക്കുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ തരംഗങ്ങൾ ഏത്? എർത്ത് വേവ്സ്, ലെജൻഡ് വേവ്സ്, ഗ്രാവിറ്റേഷണൽ വേവ്സ്, സൗര്യ വേവ്സ്. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി അല്ലേ? സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. എല്ലാവരും റെഡിയാണല്ലോ? Okay. So, buzzer please. Father Thomas, Purukara Central School, Alappuzha. So, tell me, what's your answer? Option C, gravitational waves. Option C, gravitational waves. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഉത്തരം ആവണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഷുവറാണോ? ഷുവറാണ്. അതായത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടുള്ള തരംഗങ്ങൾ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഷുവറിനോ? ഓക്കെ, നമുക്ക് നമ്മുടെ ആൻസർ ക്യൂബിനോട് ചോദിക്കാം. പെർഫെക്റ്റ് ആൻസർ. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയണമെന്നുള്ളതാണ്. കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ആൻഡ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടുള്ള തരംഗങ്ങൾ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം റെഡിയാണോ? ചോദ്യം ഇതാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എഫക്റ്റഡ് ബൈ അൽഷിമേഴ്സ് ഡിസീസ്? എ. ലിവർ. ബി. മെമ്മറി. സി. പീനൽ ഗ്ലാൻഡ്. ഡി. സ്റ്റൊമക്. ചോദ്യം ആവർത്തിക്കുന്നു. അൽഷിമേഴ്സ് എന്തിനെ ബാധിക്കുന്നു? ലിവർ, മെമ്മറി, പീനിയൽ ഗ്ലാൻഡ്, സ്റ്റൊമക്. ജി പ്രസ് ചെയ്തു. ഔട്ട്. ഓക്കെ, ചോദ്യം വളരെ ക്ലിയർ ആണല്ലോ അല്ലേ? അൽഷിമേഴ്സ് എന്തിനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ വളരെ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ ആളുകൾക്ക് അൽഷിമേഴ്സ് ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയമാണ്. നമുക്ക് ക്യാൻസറിനേക്കാൾ കൂടുതൽ ഭയമാണ് അല്ലേ? നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതിരിക്കുക. ഞാനിതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളിതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ എവിടെയാണ് ഞാൻ ബസർ എന്ന് പറയുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം. ടെൽ മീ, വാട്ട്സ് യുവർ ആൻസർ? ഓപ്ഷൻ ബി, മെമ്മറി. ഓപ്ഷൻ ബി, മെമ്മറി. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അൽഷിമേഴ്സ് എന്തിനെ ബാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിരിക്കുന്നത് മെമ്മറി എന്നുള്ളതാണ്. ലിവർ അല്ല, പീനിയൽ ഗ്ലാൻഡ് അല്ല, സ്റ്റൊമക് അല്ല. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് മെമ്മറിയാണ്. നമുക്ക് നോക്കാം. വെരി ഗുഡ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. മെമ്മറിയാണ് നമ്മൾ അൽഷിമേഴ്സ് ബാധിക്കുന്നത്. നമ്മുടെ ഓർമ്മശക്തിയാണ് അല്ലേ? ഞാനൊരു ചെറിയ കഥ ഇത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയത്, ഒരു രോഗി, വളരെ പ്രായം ചെന്ന ഒരാൾ, അദ്ദേഹം ഒരു ദിവസം ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വന്നു. ആ ഡോക്ടറെ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് തിരക്കുണ്ടായിരുന്നു. വീട്ടിലേക്കാണ് വന്നത്. ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ഈ പ്രായം ചെന്ന ആൾ അവരോട് പറഞ്ഞു, എനിക്ക് ആദ്യം ഡോക്ടറെ ഒന്ന് കാണണം, ദയവായിട്ട് എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂടിയിരിക്കുന്ന രോഗികളെല്ലാം വിചാരിച്ചു പ്രായം ചെന്ന ഒരാളല്ലേ, കാണട്ടെ എന്ന് വിചാരിച്ചു. അദ്ദേഹം നേരെ ഡോക്ടറുടെ അടുത്തേക്ക് കയറി ഡോക്ടറോട് പറഞ്ഞു, സർ, എന്നെ പെട്ടെന്നൊന്ന് ചികിത്സിച്ച് വീട്ടിലേക്ക് അയക്കണം, കാരണം എനിക്ക് എൻ്റെ ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ തമാശയായിട്ട് ചിരിച്ചു. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ എന്നും എൻ്റെ ഭാര്യയുടെ കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണ് ഇന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞു, തമാശയായിട്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സർ, ഒരു കാര്യം കൂടി പറയാം, എൻ്റെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെപ്പോലും കണ്ടാൽ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ തിരിച്ചറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനത്ര നിർബന്ധമെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയില്ല എന്നേ ഉള്ളൂ സാർ, പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ചറിയാം. മനസ്സിലായില്ലേ? വളരെ ടച്ചിങ് ആയിട്ടുള്ള സ്റ്റോറിയാണത്. അപ്പോൾ ഞാനത് ഈ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് ആ കഥ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. വാട്ട് ദാറ്റ്? ഫാദർ ഓഫ് ഇന്റർനെറ്റ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എ.
ജോർജ് എലിയൻ, ബി ഹാംലെറ്റ്, സി അഡ ലോലേസ്, ഡി വിൻസഫ്. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോർജ് എലിയൻ, ഹാംലെറ്റ്, അഡ ലോലേസ്, വിൻസഫ്. ഓക്കെ, റെഡി? ഓൾ ഓഫ് യു ആർ റെഡി? ഓക്കെ, ബസർ പ്ലീസ്. MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടയമാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. Sir, option D, Winton Cerf. ഓപ്ഷൻ ഡി വിൻഡസഫ്. ഉത്തരം അറിഞ്ഞിട്ടാണോ പ്രസ് ചെയ്തത്? കൃത്യമായിട്ട് അറിയാം, ബോധ്യമുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്. സോ ആൻസർ ക്യൂബ്, അതിന് കൃത്യമായിട്ടുള്ള ആൻസർ എന്താണ്, ശരിയാണോ എന്ന് പരിശോധിക്കാം. വാച്ച് ഇറ്റ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അത്ഭുതപ്പെടുന്നുണ്ടാവും. കാരണം എന്താണെന്നറിയാമോ? അപാരമായ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയുന്നു എന്ന് പറയുമ്പോഴേ ജനറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന കുട്ടികളാണ് നിങ്ങൾ. അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾ പുസ്തകങ്ങളിലെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും സിനിമയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഏത് രംഗത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ പറയുവാൻ കെൽപ്പുള്ള കുട്ടികളാണ്. ഇതാണ് IQ മാസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി ടെസ്റ്റുകളിലൂടെ കണ്ടെത്തിയിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ IQ മാസ്റ്ററിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വളർന്നു വരുന്ന തലമുറ, ആ തലമുറയ്ക്ക് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജനറലായിട്ടുള്ള കാര്യം കൂടി പഠിക്കണം, അറിയണം എന്ന് ഉള്ള ഒരു ബോധമുണ്ടാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു പരിപാടി നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ പരിപാടിയുടെ ഒരു മഹത്വവും. അതേ രീതിയിൽ തന്നെയാണ് മാതാപിതാക്കൾ ഈ പരിപാടിയെ സ്വീകരിക്കുന്നത് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 4ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോദ്യം ഇതാണ്: ഹൂ ഡിസ്കവേർഡ് ഓക്സിജൻ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എ പ്രിസ്ലി, ബി എഡിസൺ, സി എൽട്ടൺ, ഡി ബറോണി. ചോദ്യം ആവർത്തിക്കുന്നു. ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്? പ്രിസ്ലി, എഡിസൺ, എൽട്ടൺ, ബറോണി. ചോദ്യം ഇതാണ്: ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ കണ്ടുപിടിക്കുന്ന ആളും അതിനു മുമ്പ് ഓക്സിജൻ ശ്വസിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം അല്ലേ? ഇതൊക്കെയാണെങ്കിലും ഇപ്പോഴും നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്ന സമയത്തും നിങ്ങളിപ്പോൾ ഓക്സിജൻ ശ്വസിക്കുന്നത് ഇതിൻ്റെ ആൻസർ പറയാനുള്ള വെമ്പലോട് കൂടിയാണെന്ന് എനിക്കറിയാം. ബസർ പ്ലീസ്. വാട്ട്സ് യുവർ ആൻസർ? സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവനന്തപുരം. ആൻഡ് ടെൽ മീ യുവർ ആൻസർ. A, Priestley. എ പ്രീസ്ലി. എ പ്രിസ്ലി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ സീ ദി ആൻസർ ക്യൂബ്. റൈറ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പോകുന്നു. 5ാമത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: ഹൂ ഈസ് ദി ഫാദർ ഓഫ് സൈക്കോളജി? സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം വോണ്ട്, കാൾ ഗുസ്റ്റവ് ജങ്, അന്ന ഫ്രെഡ്. സോ ഐ റിപ്പീറ്റ്, സൈക്കോളജിയുടെ പിതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം വോണ്ട്, കാൾ ഗസ്റ്റവ് ജങ്, അന്ന ഫ്രെഡ്. ക്ലിയർ ആണല്ലോ? മനഃശാസ്ത്രം, സൈക്കോളജി, മനഃശാസ്ത്രം അല്ലേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട, അതല്ലെങ്കിൽ ഒരിക്കലും ഒരു കാലത്തും അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനത്തിലെത്താൻ സാധിക്കാത്തൊരു വിഷയമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് നിർവചനം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു മേഖലയാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സിൻ്റെ ഇന്ദ്രജാലം ഒരിക്കലും ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പിതാവ് ആരാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം ആദ്യമായി ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ചോദ്യം. ബസർ പ്ലീസ്. കോട്ടൺ ഹിൽ സ്കൂൾ, തിരുവനന്തപുരം once again. And your answer please. Option A, Sigmund Freud.
ഓപ്ഷൻ എ സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ, സോ സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോളജി കണ്ടുപിടിച്ചത്, സൈക്കോളജിയുടെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്നുള്ളതാണ് എ പറഞ്ഞിരിക്കുന്നത്. കോട്ടൺ ഹി സ്കൂൾ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ദാറ്റ്സ് എ റോങ് ആൻസർ. പക്ഷേ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു തോന്നുന്നു. കാരണം ആൻസർ ക്യൂബ് ഉത്തരത്തിലേക്ക് കിടക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെ മുഖത്ത് യാതൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നില്ല. ബട്ട് നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ സൈക്കോളജിയുടെ പിതാവ് ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ വിചാരിച്ചതുപോലെ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ല സൈക്കോളജിയുടെ പിതാവ്. എല്ലാവരും സൈക്കോളജി എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഓർക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, സിഗ്മണ്ട് ഫ്രോയിഡ് അല്ല സൈക്കോളജിയുടെ പിതാവ്. പിന്നെ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻഡ് ബസർ പ്ലീസ്. യുവർ ആൻസർ പ്ലീസ്. യുവർ ആൻസർ. കാൾ ഗസ്റ്റാവ് ജങ്. കാൾ ഗസ്റ്റവ് ജങ്. ഓക്കെ, സംഭവിച്ചത് അറിയാമല്ലോ. നിങ്ങൾക്ക് മാർക്ക് -10 ആണ് അല്ലേ? യുവർ മാർക്ക് -10ലേക്കാണ് പോയിരിക്കുന്നത്. ആൻഡ് യുവർ ആൻസർ ഈസ് കാൾ ഗസ്റ്റവ് ജങ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വിൽ ചെക്ക് ഇറ്റ് നൗ പ്ലീസ്. യുവർ ആൻസർ ഈസ് കാൾ ഗസ്റ്റവ് ജങ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വിൽ ചെക്ക് ഇറ്റ് നൗ പ്ലീസ്. Once again, it is wrong. രണ്ട് ആൻസറുകളാണ് പറഞ്ഞത്. ഒന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ളതും അതുപോലെ തന്നെ കാൾ ഗസ്റ്റവ് ജങ് എന്നുള്ളതും. പക്ഷേ ഞാൻ കോട്ടൺ ഹി സ്കൂളിനോട് പറയുകയാണ്, നിങ്ങൾ സാധാരണ നമ്മൾ സൈക്കോളജിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണെന്നുള്ളതാണ്. പക്ഷേ ദ റൈറ്റ് ആൻസർ ഈസ് ആരാണെന്നറിയാമോ? വില്യം വുണ്ടാണ് ദി കറക്റ്റ് ആൻസർ. വുണ്ടാണ് സൈക്കോളജിയുടെ പിതാവ് എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് മനഃശാസ്ത്രത്തിന് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടിയും രൂപാന്തരപ്പെടുത്തി നമ്മുടെ എന്താ പറയുക കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതുപോലെ തന്നെ അൺകോൺഷ്യസ് മൈൻഡ് 3 വിഭാഗങ്ങളായി വിഭജിച്ച് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്നത് തെറ്റായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നില്ല. ആധുനിക ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയാമോ? ദാറ്റ് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സെന്ന് പറഞ്ഞിരുന്നതിന് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് നോ, ഇസ് പോസ്റ്റ് കോൺഷ്യസ് മൈൻഡ്, അതിബോധ മനസ്സെന്നാണ് പറയുന്നത്. അതിബോധ മനസ്സ്. കാരണം ഒരു ഐസ്ബർഗ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പോലെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം പുറത്ത് കാണുന്നു, വലിയൊരു പോർഷൻ അടിയിലാണ്. ഈ വലിയൊരു പോർഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ അതിബോധ മനസ്സെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഉണർന്നിരിക്കുന്ന മനസ്സിനേക്കാൾ അപാരമായ 1000കണക്കിന് മടങ്ങ് കഴിവുണ്ട് നമ്മുടെ അതിബോധ മനസ്സിന്. ആ മനസ്സിനെയാണ് ഇതുവരെ മനഃശാസ്ത്രത്തിന് നിർവചിക്കുവാൻ സാധിക്കാത്തതും. അത്രമാത്രം അപാരമായ കഴിവുണ്ട്. ഇനിയും കാലം ചെല്ലുന്ന സമയത്ത് ഇത് വീണ്ടും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. കാരണം മനസ്സെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഇന്ദ്രജാലക്കാരൻ. കർട്ടൻ, ജീവിതത്തിൻ്റെ കർട്ടൻ ഉയർന്നു കഴിഞ്ഞാൽ അവിടെ തുടങ്ങും മാജിക്കുകൾ, അത്ഭുതകരമായ മാജിക്കുകൾ. എപ്പോഴാണോ കർട്ടൻ അഴിഞ്ഞു വീഴുന്നത്, അതായത് നമ്മൾ മരിക്കുന്നത്, അതുവരെ മനസ്സ് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ആരാണ് പറയാമോ? ദി ഫാദർ ഓഫ് സൈക്കോളജി വില്യം വുണ്ടാണ്. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 6ാമത്തെ ചോദ്യം ഇതാണ്. Who created the first popular social networking site which was widely used in India and Brazil? ഇതാണ് ചോദ്യം. എ മാർക്ക് സുക്കർബർഗ്, ബി സബീർ ഭാട്ടിയ, സി ബുയോ കോക്ടൻ, ഡി ജോസഫ് മാർക്ക്. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യയിലും ബ്രസീലിലും ഏറെ പ്രശസ്തമായ ഓർക്കുഡ് എന്ന സോഷ്യൽ നെറ്റ്വർക്ക് സ്ഥാപിച്ചത് ആരാണ്? മാർക്ക് സക്കർബർഗ്, സാബിർ ഭാട്ടിയ, ബുയോ കോക്ടെയിൻ, ജോസഫ് മാർക്ക്. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇന്ത്യയിലും ബ്രസീലിലും ഏറെ പ്രശസ്തമായ ഓർക്കുഡ് എന്ന സോഷ്യൽ നെറ്റ്വർക്ക് സ്ഥാപിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. കോട്ടൺ ഹില്ലിൻ്റെ ചാൻസ് പോകുന്നു. 4 ചാൻസുകൾ നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. ആ ചാൻസിൽ ഒരു ഉത്തരം മാത്രമാണ് ശരി. ആ ഉത്തരം ഏത് എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. ബൗസർ പ്ലീസ്. സോ യുവർ ആൻസർ. Sir, option B, Sabir Bhatia. Option B, Sabir Bhatia. Yup. Option B, Sabir Bhatia. That's your answer, right?
That's your answer. Yes, sir. Yes. Okay. Okay, നമുക്ക് നോക്കാം. നമുക്ക് ആൻസർ ക്യൂബിലേക്ക് പോകാം. Okay? It is here. എല്ലാവരും ആഗ്രഹിക്കുന്നത് മാർക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ്. പക്ഷേ നിങ്ങൾ മാത്രം ആഗ്രഹിക്കുന്ന മാർക്ക് കുറച്ച് കൊണ്ടുവരാനാണ്, അല്ലേ? ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് മൈനസ് മാർക്കിലേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് മാർക്ക് കുറയുന്നത്. സാബിർ ഭാട്ടിയ അല്ല ഓർക്കുഡ് എന്ന സോഷ്യൽ നെറ്റ്വർക്ക് സ്ഥാപിച്ചത്. അത് ക്ലിയർ ആണല്ലോ. ഇനി 3 ഓപ്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ആ ഓപ്ഷനിൽ ഒരു ഉത്തരം മാത്രമാണ് ശരി. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മാർക്ക് സുക്കർബർഗ്, ബയോ കോക്ടെയിൻ, ജോസഫ് മാർക്ക്. All right. Buzzer please and your answer please. E, team E. Option C, Boyococtin. Option C, Boyococtin. ഉത്തരം പറഞ്ഞു. സംഭവിച്ചാൽ സംഭവിക്കും, അല്ലേ? സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാതിരിക്കുന്നത് നല്ലത്, അല്ലേ? ഓക്കെ. നമുക്ക് നോക്കാം ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ആൻസർ ക്യൂ. That is the perfect answer. ഇനി ഒരിക്കലും മറക്കരുത്, ഇന്ത്യയിലും ബ്രസീലിലും ഏറെ പ്രശസ്തമായ ഓർക്കുഡ് എന്ന സോഷ്യൽ നെറ്റ്വർക്ക് സ്ഥാപിച്ചത്. യെസ്, ടെൽ മീ. Boyococtin. That is the person. എന്ത് സ്മാർട്ടാണല്ലേ, വളരെ യങ് ആണ് ആള്, അല്ലേ? എന്താ അദ്ദേഹത്തിൻ്റെ നോട്ടം കണ്ടാൽ തന്നെ എന്താണ് പവർ, കണ്ടോ? ഒരു ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ലോകത്ത്, ഇത്രയും തലയുള്ള ആളുകളൊക്കെ. ഓക്കെ. ഇനി ഈ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം, 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. 7th ക്വസ്റ്റ്യൻ കാണാം. ചോദ്യം ഇതാണ്: ദി ഗ്രാൻഡ് ഡിസൈൻ ആൻഡ് തിയറി ഓഫ് എവറിത്തിങ് ആർ ഇമ്പോർട്ടൻറ്റ് ബുക്സ് ബൈ ആൽബർട്ട് ഐൻസ്റ്റീൻ, ചാൾസ് ഡാർവിൻ, എഡിസൺ, സ്റ്റീഫൻ ഹോക്കിങ്സ്. ചോദ്യം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ലോകപ്രശസ്തമായ ഗ്രാൻഡ് ഡിസൈൻ, തിയറി ഓഫ് എവറിത്തിങ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ്? എ, ആൽബർട്ട് ഐൻസ്റ്റീൻ, ബി, ചാൾസ് ഡാർവിൻ, സി, എഡിസൺ, ഡി, സ്റ്റീഫൻ ഹോക്കിങ്സ്. ഈ 4 പേരെ നിങ്ങൾക്കറിയാമല്ലോ, അല്ലേ? 4 ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധമുണ്ട്. ആരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നുള്ളത് നിങ്ങൾക്കറിയാം. ചാൾസ് ഡാർവിൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം. തോമസ് ആൽവ എഡിസൺ ആരാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സ്റ്റീഫൻ ഹോക്കിങ്സ് ആരാണ്, അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളത് അറിയാം. ചോദ്യം പക്ഷേ അവരെക്കുറിച്ചല്ല. ചോദ്യം ലോകപ്രശസ്തമായ ഈ 2 പുസ്തകങ്ങൾ, ഗ്രാൻഡ് ഡിസൈൻ, തിയറി ഓഫ് എവറിത്തിങ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ഈ 4ൽ ആര് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ബസർ പ്ലീസ്. റൈറ്റ്. ഓക്കെ. സോ യുവർ ആൻസർ. Option D, Stephen Hawking. Option D, Stephen Hawking. ഗ്രാൻഡ് ഡിസൈൻ, തിയറി ഓഫ് എവറിത്തിങ്, ഈ 2 പുസ്തകങ്ങൾ രചിച്ചത് സ്റ്റീഫൻ ഹോക്കിങ്. ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട്. യെസ്, വായിച്ചിട്ടുണ്ട്. പിന്നെ സംശയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ആൻസർ ക്യൂബിലേക്ക് പോകാം പ്ലീസ്. ഗുഡ്, വെരി നൈസ്, കൺഗ്രാജുലേഷൻസ്. അത് ആദ്യം ഉത്തരം കറക്റ്റ് പറഞ്ഞതിന് കൺഗ്രാജുലേഷൻസ്. രണ്ടാമത് ഈ പുസ്തകം വായിച്ചു എന്ന് പറയുന്നതിന് ഗ്രേറ്റ് സല്യൂട്ട്, കേട്ടോ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു പുസ്തകം ആര് രചിച്ചു എന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ആ രചയിതാവിൻ്റെ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് മറക്കില്ല, അല്ലേ? ഇപ്പോൾ 4 കെട്ട് രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും ആരെ, എം ടി വാസുദേവൻ നായരാണ്. കാരണം ആ പുസ്തകം നമ്മൾ വായിച്ചത് കൊണ്ട്. ദൈവത്തിൻ്റെ വീർതികൾ എം മുകുന്ദൻ്റേതാണ്. അപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വായിക്കുമ്പോൾ ആ എഴുത്തുകാരനെ കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊരു ഇമാജായിട്ട് നമ്മുടെ മനസ്സിൽ പതിയും. നമുക്ക് തോന്നും അതിനകത്തുള്ള 4 കെട്ട് പുസ്തകം വായിക്കുമ്പോൾ അതിനകത്തുള്ള പുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം എം ടിയുടെ കുട്ടിക്കാലമാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ വെറുതെ തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമാജുകളുടെ ആയിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ആ പുസ്തകത്തിൻ്റെ രചയിതാവിനെ നമ്മൾ മറക്കില്ല. അപ്പോൾ രചയിതാവിനെ ഓർത്തിരിക്കുക എന്നുള്ളതല്ല കാര്യം, നേരെ മറിച്ച് പുസ്തകം വായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ,
സയൻസിൻ്റെ സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ മാജിക്കും അവതരിപ്പിക്കുന്നത്. അല്ലാതെ ഒരു തരത്തിലുള്ള മാനുഷിക സിദ്ധിയും മാന്ത്രികനില്ല. പക്ഷേ ശാസ്ത്രം അത് വെളിപ്പെടുത്തുന്നതോടുകൂടി ആ മാജിക്കിന് വാല്യൂ ഇല്ലാതെയാവും. അപ്പോൾ നമ്മൾ പുതിയ മാജിക് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. നല്ല ചോദ്യമാണ്. ലാറ്റിൻ വാക്കായ സൈൻറ്റിയയിൽ നിന്നാണ് സയൻസ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ടീം ജി ആണ് ആൻസർ പറയുന്നത്. വാട്ട്സ് യുവർ ആൻസർ പ്ലീസ്? ഓപ്ഷൻ എ ലൈറ്റ്. That's wrong. സയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ലൈറ്റ് അല്ല. വാട്ട്സ് യുവർ ആൻസർ പ്ലീസ്? അത്ഭുതകരമായിരിക്കുന്നു. എല്ലാവരും കൂളായിട്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷം കണ്ടത്. മറ്റത് ബസറിൻ്റെ വഴിക്ക് പോകുന്നു, നമ്മളെ വഴിക്ക് പോകുന്നു. നമ്മുടെ തലച്ചോറിൻ്റെ ഇടതും വലതുമായി 2 ഹെമിസ്ഫിയർ ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ്? സ്വപ്നം കാണുക, സ്വപ്നം കാണുക, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളാകും, ചിന്തകൾ പ്രവൃത്തിയിലേക്ക് നയിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം അല്ലേ? ആ സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനത്തെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇന്നും നിർവചിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ബസർ പ്ലീസ്. പുതിയ ചോദ്യങ്ങളും പുതിയ ഉത്തരങ്ങളും പുതിയ വിസ്മയ കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.